Hi everyone, welcome back to Aveno English Hub. Let's get started. So, in our previous lesson, we discussed the basics of English, including the alphabet, sound, vowels, consonant, and syllable. In today's video, we are going to learn about parts of speech, also known as word classes. Parts of speech or word classes are categories of words based on the job they do in a sentence. ചുരുക്കി പറഞ്ഞാൽ പാർട്സ് ഓഫ് സ്പീച്ച് അഥവാ വേർഡ് ക്ലാസ്സസ് എന്ന് പറയുന്നത് ഒരു സെന്റൻസിൽ ഒരുപാട് വേർഡ്സ് ഉണ്ടാവുമല്ലോ, വാക്കുകൾ ഉണ്ടാവും. അപ്പോൾ ഓരോ വാക്കുകളും ചെയ്യുന്ന ഓരോ സെന്റൻസിലും ഓരോ വാക്കുകൾക്കും ഉണ്ടാവുന്ന അവരുടെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഓരോ വാക്കുകളെയും കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് അഥവാ വേർഡ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ രണ്ട് ടേം എന്നുള്ളതല്ലേ പാർട്സ് ഓഫ് സ്പീച്ച് ഓർ വേർഡ് ക്ലാസ്സസ് എന്ന് പറയുന്നത്? ട്രഡീഷണൽ അപ്രോച്ചിനെയാണ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയാം. അതിൻ്റെ മോഡേൺ അപ്രോച്ച് ടു ഗ്രാമറിനെയാണ് നമ്മൾ വേർഡ് ക്ലാസ്സസ് എന്ന് പറയാം. അപ്പോൾ കൂടുതലായിട്ട് എന്ത് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ഇപ്പോൾ ട്രഡീഷണൽ ആൻഡ് മോഡേൺ അപ്രോച്ച് ടു ഗ്രാമർ എന്നുള്ള രീതിയിൽ ട്രഡീഷണൽ അപ്രോച്ചിന് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചും മോഡേൺ അപ്രോച്ചിനെ വേർഡ് ക്ലാസ്സസ് എന്നാണ് പറയാം. ഒരു സെന്റൻസിൽ ഒരു വാക്കിനെ ഒരു സെന്റൻസിൽ ഒരുപാട് വാക്കുകൾ ഉണ്ടാവും അല്ലെ, ആ ഓരോ വാക്കിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ടാവും അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ചാണ് ഉണ്ടാവുക. അപ്പൊ ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് അഥവാ വേർഡ് ക്ലാസ്സസ് എന്ന് പറയാം. Why do we need classification of words in a sentence? ഒരു സെന്റൻസിൽ എന്തിനാണ് നമ്മളിങ്ങനെ ഒരുപാട് വാക്കുകൾ ഉണ്ടാവും, അതിൽ ഓരോ വേർഡിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളത്? അതിന്റെ നീഡ് എന്താണ്? ഇപ്പോൾ ലാംഗ്വേജ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വേർഡ്സ്. ഭാഷ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരുപാട് വാക്കുകൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഈച്ച് വേർഡ് പെർഫോംസ് എ പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഇൻ എ സെന്റൻസ്. ഒരു സെന്റൻസിൽ ഓരോ വാക്കിനും അതിൻ്റെതായിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. To understand how language works, grammarians classify words into different categories based on their form and function. ഇപ്പോൾ ഓരോ വാക്കും അതിൻ്റെതായിട്ടുള്ള ഫോമും ഫംഗ്ഷനും അടിസ്ഥാനത്തിൽ ഗ്രാമറിയൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു സെന്റൻസിലുള്ള വേർഡ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് വേർഡ്സ് എന്ന് പറയാം. ക്ലാസിഫിക്കേഷൻ ഓഫ് വേർഡ്സിന്റെ നീഡ്സ് എന്താണെന്ന് ചോദിച്ചാൽ understand the role of each word in a sentence. അല്ലെ, ഓരോ സെന്റൻസിലുമുള്ള ഓരോ വാക്കുകളുടെയും റോൾ എന്താണെന്ന് മനസ്സിലാക്കണം. അനലൈസ് സെന്റൻസ് സ്ട്രക്ചർ മോർ ഈസിലി. മാത്രമല്ല സെന്റൻസിന് സ്ട്രക്ചർ ഉണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് എന്ന് പറയുന്ന അങ്ങനെ ഓരോ സെന്റൻസിനും ഓരോ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഓരോ സെന്റൻസിലും ഓരോ വേർഡ്സിനും അതിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട്. എന്ന് വെച്ചാൽ സബ്ജക്റ്റിന്റെ ഡ്യൂട്ടി ഉണ്ട്, വേർബിന്റെ ഡ്യൂട്ടി ഉണ്ട്, ഒബ്ജക്റ്റിന്റെ ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് വേർഡ്സ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുക? അണ്ടർസ്റ്റാൻഡ് ദ റോൾ ഓഫ് ഈച്ച് വേർഡ് ഇൻ എ സെന്റൻസ്. അതുകൊണ്ട് തന്നെ ലേൺ ഗ്രാമർ സിസ്റ്റമാറ്റിക്കലി. ഇപ്പൊ നമുക്കറിയാലേ, ഒരു സെന്റൻസ് എടുക്കുകയാണെങ്കിൽ ആ സെന്റൻസിന്റെ ഗ്രാമർ അതിന്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഫോമിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് വേർഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. To improve speaking, writing, reading and comprehension skill, and recognize pattern in language and use word correctly. ഇപ്പോൾ ലാംഗ്വേജിൽ നമുക്ക് സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിലാണ് ഒരു സെന്റൻസ് വരുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഷീ ഈസ് റീഡിങ് എന്ന് പറയുന്ന ഒരു സെന്റൻസ് ആണ് എടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ അല്ലെ, സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ആ ഒരു പാറ്റേണിലാണ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിലാണ് ആ ഒരു സെന്റൻസ് വരിക. അപ്പൊ അതില് നമുക്ക് എന്ത് ചെയ്യാം? ഷീ എന്ന് പറയുന്നത് നൗൺ ആണ്, ഈസ് എന്ന് പറയുന്നത് വേർബ് ആണ്, റീഡിങ് എന്ന് പറയുന്നതും വേർബ് ആണ് അല്ലെ. ഷീ ഈസ് റീഡിങ്. അപ്പൊ അങ്ങനെ ഒരു സെന്റൻസിൽ ഏതൊക്കെ തരത്തിലുള്ള വേർഡ്സ് ഉണ്ട്, അതിന്റെ ഫങ്ഷൻസ് അടിസ്ഥാനത്തിൽ, എന്ന് വെച്ചാൽ നൗൺ ആണ്, വേർബ് ആണ്, ഒബ്ജക്റ്റ് ആണ്, അതിന്റെ ഫങ്ഷൻ അടിസ്ഥാനത്തിൽ അതിനെ ഒന്നും കൂടി കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും ആ സെന്റൻസിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കി ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കുറെ സെന്റൻസുകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് വേർഡ്സ് യൂസ് ചെയ്യുന്നത്.
ഇനി നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ കൂടി പറഞ്ഞു കഴിയുമ്പോൾ വേർഡ് ക്ലാസിഫിക്കേഷനും അതേപോലെ തന്നെ ഓരോ വേർഡ്സിനെയും ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും ഗ്രാമേറിയൻസ്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു സെന്റൻസ് കണ്ടല്ലോ, ദ ടോൾ ബോയ് റൺസ് ക്വിക്ക്ലി. ദ ടോൾ ബോയ് റൺസ് ക്വിക്ക്ലി എന്ന് പറയുന്ന ഒരു സെന്റൻസ് എടുക്കുക. ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ്സ് നമുക്ക് കാണാൻ പറ്റില്ലേ? ദ ടോൾ ബോയ് റൺസ് ക്വിക്ക്ലി എന്ന് പറയുന്ന ഡിഫറെന്റ് വേർഡ്സ് നമുക്ക് കാണാൻ പറ്റും. ഈ ഓരോ വേർഡ്സും ഡിഫറെന്റ് ആയിട്ടുള്ള ജോബാണ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള റോളാണ് ഈ ഒരു സെന്റൻസിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഡിഫറെന്റ് ആയിട്ടുള്ള റോള് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രാമേറിയൻസ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, ഓരോ വാക്കുകളെയും ഓരോ കാറ്റഗറി ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ദ ബോയ് അല്ലെ, ബോയ് എന്ന് പറയുന്ന ഒരു വേർഡ് എടുക്കുക. അതെന്താണ്? നെയിം ആണ്, നെയിം ഓഫ് സമ്മൺ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരാളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ബോയ് എന്ന് പറയുന്നത്. ഇവിടെ റൺ എന്ന് പറയുന്ന വേർഡിന്റെ റോൾ എന്താണ്? ഷോ ആക്ഷൻ, ആക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ടോൾ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ബോയിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടോൾ എന്ന് പറയാം. ഡിസ്ക്രൈബ്സ് ദ ബോയ്. ക്വിക്ക്ലി ഡിസ്ക്രൈബ്സ് ദ ആക്ഷൻ. ആ റൺ എന്ന് പറയുന്ന ആക്ഷൻ എങ്ങനെയാണുള്ളത്, ആ റൺ എന്ന് പറയുന്ന ആക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ റൺ എന്ന് പറയുന്ന ആക്ഷൻ എത്രത്തോളം ഉണ്ട്, ഫാസ്റ്റ് ആണോ സ്ലോ ആണോ ക്വിക്ക്ലി ആണോ, അപ്പൊ അതിന്റെ ആ ഒരു ആക്ഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ റൺ എന്ന് പറയുന്ന ആക്ഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വിക്ക്ലി എന്ന് പറയുന്ന വേറൊരു വേർഡ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു സെന്റൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വേർഡ്സ് കാണാം. ഓരോ വേർഡ്സും ഓരോ കാറ്റഗറിയാണ്. ഇപ്പൊ നെയിം ആണ് ഒന്ന് ആക്ഷൻ ആണ്, ഒന്ന് ആക്ഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്, ഒന്ന് ബോയിനെ സബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു സെന്റൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കൂട്ടം വാക്കുകളെ കാണാം. ഓരോ വാക്കുകളും ഓരോ കാറ്റഗറിയിൽ പെടുന്നതുമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഗ്രാമേറിയൻസ് എന്ത് ചെയ്തിട്ടുള്ളത്, വാക്കുകളെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ കാറ്റഗറൈസേഷൻ രണ്ട് രീതിയിലാണ് മെയിൻ ആയിട്ടുള്ളത്. ട്രഡീഷണൽ ആയിട്ട് എന്ന് വെച്ചാൽ ഓൾഡ് ഗ്രാമേറിയൻസ് അവരെ ക്ലാസിഫൈ ചെയ്തത് പാർട്സ് ഓഫ് സ്പീച്ച് എന്നാണ്. നമ്മൾ മെയിൻ ആയിട്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുക പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. മോഡേൺ ഗ്രാമേറിയൻസ് അതിനെ വേർഡ് ക്ലാസ്സസ് എന്നാണ് വിളിക്കുക. രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ വ്യത്യാസമുള്ളൂ. പാർട്സ് ഓഫ് സ്പീച്ച് എന്നാണ് ട്രഡീഷണൽ ഗ്രാമേറിയൻസ് ഇങ്ങനെയുള്ള വേർഡിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ആ ഒരു കൂട്ടത്തിനെ വിളിക്കുക. മോഡേൺ ഗ്രാമേറിയൻസ് അതിനെ വേർഡ് ക്ലാസ്സസ് എന്ന് വിളിക്കും. ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞതോട് കൂടിയിട്ട് വേർഡ് ക്ലാസ്സസ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഈ പാർട്സ് ഓഫ് സ്പീച്ചും വേർഡ് ക്ലാസ്സസ് എന്താണെന്ന് അറിയില്ലെങ്കിലും ഒരു സെന്റൻസിൽ ഒരുപാട് വാക്കുകൾ ഉണ്ടെന്നും അതിൽ ഓരോ വാക്കുകളെയും ഇങ്ങനെ ഓരോ കാറ്റഗറി ആക്കി തിരിച്ചിട്ടുണ്ട് ഗ്രാമേറിയൻസ് എന്നുള്ള ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇപ്പൊ ട്രഡീഷണൽ ഗ്രാമർ അതേപോലെ തന്നെ മോഡേൺ ഗ്രാമർ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ട്രഡീഷണൽ ഗ്രാമേറിയൻസ് അല്ലെങ്കിൽ ഓൾഡ് ആയിട്ടുള്ള ഗ്രാമേറിയൻസ് അതിനെ പാർട്സ് ഓഫ് സ്പീച്ച് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഡിവൈഡഡ് വേർഡ്സ്, വാക്കുകളെ 8 കാറ്റഗറി ആയിട്ടാണ് അവർ തിരിച്ചത്. അതിലൊരു കാറ്റഗറി നൗണ്, പ്രൊനൗണ്, വേർബ്, അഡ്ജക്റ്റീവ്, അഡ്വേർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജങ്ഷൻ, ഇങ്ങനെ 8 കാറ്റഗറീസ് ആയിട്ടാണ് ട്രഡീഷണൽ ഗ്രാമേറിയൻസ് വേർഡ്സിനെ, വാക്കുകളെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി മോഡേൺ ഗ്രാമേറിയൻസിലേക്ക് വരുന്ന സമയത്ത് അവർ 9 മേജർ ക്ലാസ്സസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. നൗണ്, പ്രൊനൗണ്, വേർബ്, അഡ്ജക്റ്റീവ്, അഡ്വേർബ്, ഡിറ്റർമിനർ, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജങ്ഷൻ. അപ്പൊ ഇതിൽ ഡിറ്റർമിനർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ആണ് ഇവർ ആഡ് ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ എന്താണ്? ട്രഡീഷണൽ ഗ്രാമേറിയൻസിന്റെ അതേ ക്ലാസിഫിക്കേഷൻ തന്നെയാണ്. വേർഡ് ക്ലാസ്സസ് എന്താണെന്നുള്ളത് ട്രഡീഷണൽ ഗ്രാമേറിയൻസിന്റെ പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയല്ലോ. എന്തിനാണ് ഒരു സെന്റൻസിലെ വേർഡ്സ്, വാക്കുകൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ഒരു സെന്റൻസിൽ നമുക്ക് പറഞ്ഞതുപോലെ പല പല വേർഡുകൾ ഉണ്ടാവും, പല റോളിൽ ചെയ്യുന്ന അല്ലെ, പല റോള്, നൗൺ എന്ന് പറയുന്ന റോളിലുള്ള ഒരു വേർഡ് ഉണ്ടാവും, പ്രൊനൗണ്ട് ജോബ് ചെയ്യുന്ന വേർഡ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു സെന്റൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെന്റൻസിലെ വാക്കുകളെ നമുക്ക് ഡിഫറെന്റ് കാറ്റഗറീസ് ആക്കാം. അപ്പൊ ട്രഡീഷണൽ ഗ്രാമേറിയൻസിന്റെ കൺസെപ്റ്റ് പ്രകാരം 8 കാറ്റഗറി ആയിട്ടാണ് വേർഡ്സിനെ തിരിച്ചിട്ടുള്ളത്. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാണ് അതിനെ പറയാ, 8 കാറ്റഗറീസ് ആയിട്ട്. അപ്പൊ 8 കാറ്റഗറീസിൽ ഒന്ന് നൗണ്, പ്രൊനൗണ്, വേർബ്, അഡ്ജക്റ്റീവ്, അഡ്വേർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജങ്ഷൻ, ഇങ്ങനെ 8 കാറ്റഗറി ആയിട്ടാണ് ട്രഡീഷണൽ ഗ്രാമേറിയൻസ് വേർഡിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു സെന്റൻസിലുള്ള വേർഡ് നോക്കുകയാണെങ്കിൽ ഈ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെടുന്ന വേർഡ് ആവും. ഇനി മോഡേൺ ഗ്രാമേറിയൻസിന്റെ കേസിൽ വരുമ്പോൾ അവർ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആക്കിയിട്ട് എന്ത് ചെയ്തു, 9 ക്ലാസിഫിക്കേഷൻസ് കൊണ്ടുവന്നു. അതിലൊന്ന് ഡിറ്റർമിനർ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ് അവർ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലെ?
നമ്മളെ മൈൻഡിലൊക്കെ വന്നിട്ടുള്ള ഒരു ഡൗട്ടാണ് അല്ലേ, വൈ ഡിഡ് മോഡേൺ ഗ്രാമർ ഡെവലപ്പ്? എന്തുകൊണ്ട്? ഇപ്പോൾ ഓൾറെഡി ഒരു പാർട്സ് ഓഫ് സ്പീച്ച് അവിടെ കിടക്കുന്നുണ്ട്, ഒരു കാറ്റഗറി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ എന്തിനാണ് ഈ മോഡേൺ ലിംഗ്വിസ്റ്റുകൾ പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ പുതിയൊരു വേർഡ് ക്ലാസ്സസ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ വന്നിട്ടുള്ള ഒരു ഡൗട്ടാണ്. അപ്പോൾ ട്രഡീഷണൽ ഗ്രാമറിയൻസിന്റെ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് യൂസ്ഫുൾ ആൻഡ് ഈസി ടു ലേൺ ആണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ട്രഡീഷണൽ ഗ്രാമറിയൻസിന്റെ പാർട്സ് ഓഫ് സ്പീച്ച്. നമ്മൾ സ്കൂൾ ലെവലിലൊക്കെ നമ്മൾ പഠിച്ചു പോരുന്നത് എന്താണ്? ഈ ഒരു പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. മോഡേൺ ലിംഗ്വിസ്റ്റിക് വരുന്ന സമയത്ത്, ഈ ഒരു വേർഡ് ക്ലാസ്സസ് വരുന്ന സമയത്ത് അതൊന്നും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡീപ്പ് ആൻഡ് അതിന്റെ ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ടാണ് അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ആ ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടേം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസും സെപ്പറേറ്റ് കാറ്റഗറീസ് ഒന്നുകൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ സയന്റിഫിക് ആയിട്ടും ഡീപ്പ് ആയിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവര് വേർഡ് ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കാറ്റഗറി മോഡേൺ ഗ്രാമറിയൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തുപോലെ? ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ ആളുകൾ അവരുടെ ഫീച്ചേഴ്സ് അതല്ലാന്നെങ്കിൽ നമ്മളുടെ ജസ്റ്റ് ഒബ്സർവേഷന്റെ ബേസിലാണ് നമ്മൾ ആനിമൽസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു നമ്മൾ ഒബ്സർവേഷൻ അല്ലെ? ആനിമൽ ദാറ്റ് ഫ്ലൈ, പറക്കുന്ന ജീവികള്, ആനിമൽ ദാറ്റ് സ്വിം, ആനിമൽ ദാറ്റ് വാക്ക് അല്ലെ, കരയിൽ ജീവിക്കുന്നത്, അതേപോലെ തന്നെ വെള്ളത്തിൽ ജീവിക്കുന്നത്, പറക്കാൻ കഴിയുന്നത്. ഇങ്ങനെ നമ്മളുടെ ഒരു ഒബ്സർവേഷന്റെ ബേസിലായിരുന്നു ആദ്യ കാലങ്ങളിൽ എന്ത് ചെയ്തിട്ടുള്ളത്? ആനിമൽസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അത് പഠിക്കാൻ ഒന്നുകൂടി സുഖമാണ്. എന്താ വെച്ചാൽ നമുക്ക് പറക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. എല്ലാ ടൈപ്പ് ഓഫ് പറക്കുന്നതിനൊരു കാറ്റഗറൈസ്, നീന്തുന്നതിനൊക്കെ വേറൊരു കാറ്റഗറി, നടക്കുന്നതിനൊക്കെ ഒരു കാറ്റഗറി, വളരെ സിമ്പിൾ ആയിട്ട് വന്ന കാറ്റഗറിയാണ്. പക്ഷേ സയന്റിസ്റ്റുകൾ ഒന്നും കൂടെ അതിന്റെ ക്യാരക്ടേഴ്സ് ബേസ് ചെയ്തിട്ട്, ഇപ്പൊ പറക്കുന്നതിലാണെങ്കിലും നീന്തുന്നതിലാണെങ്കിലും നടക്കുന്നതിലാണെങ്കിലും അവരുടെ ക്യാരക്ടേഴ്സ് ബേസ് ചെയ്തിട്ട് അവർ ഒന്നും കൂടി എന്ത് ചെയ്തു? ഒരു ഡിഫറെന്റ് കാറ്റഗറി അല്ലെങ്കിൽ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ആയിട്ട് അവരെ ഡിവൈഡ് ചെയ്തു. മാമൽസ്, റെപ്റ്റൈൽസ്, ബേർഡ്, ഫിഷ് എന്ന് പറയുന്നത് അല്ലെ, മുട്ടയിടുന്ന ടൈപ്പ്, പ്രസവിക്കുന്ന ടൈപ്പ്, വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ടൈപ്പ്, അതേപോലെ തന്നെ ഫെദർ ആൻഡ് വിങ്സ്, ആകാശത്തിൽ ഉയർന്നു പറക്കുന്ന ടൈപ്പ്, വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന ഫിഷ് പോലുള്ള ടൈപ്പ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്തു? സ്പെസിഫിക് ആയിട്ടുള്ള അവരുടെ ഫീച്ചേഴ്സ് ബേസ് ചെയ്തിട്ടാണ് അവരെ വീണ്ടും വീണ്ടും കാറ്റഗറൈസ് ചെയ്തത്. അതുപോലെയാണ് ഇവിടെ ട്രഡീഷണൽ ഗ്രാമറിയൻസ് ഈ ഒരു മോഡേൺ വേർഡ് ക്ലാസ്സിലേക്ക് വരുമ്പോഴുള്ള ക്ലാസിഫിക്കേഷൻ. ട്രഡീഷണൽ ഗ്രാമർ അല്ലെങ്കിൽ പാർട്സ് ഓഫ് സ്പീച്ച് എന്തുപോലെയാണ്? നമുക്ക് ഈ ഓൾഡ് ക്ലാസിഫിക്കേഷൻ പോലെ പറക്കുന്നത്, നീന്തുന്നത്, നടക്കുന്നത് പറഞ്ഞിട്ട് അതിൽ തന്നെ പല ടൈപ്പുകൾ ഉണ്ടാവും. അപ്പൊ അതിനെ ഒന്നുകൂടി ആ ഒരു കാറ്റഗറി ബേസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മോഡേൺ ഗ്രാമർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സയന്റിഫിക് രീതിയിൽ ലാംഗ്വേജിനെ പഠിച്ചു തുടങ്ങിയപ്പോൾ ഈ ഒരു ട്രഡീഷണൽ ഗ്രാമറിന്റെ പാർട്സ് ഓഫ് സ്പീച്ച് പോരാ, ചില വാക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് ഫംഗ്ഷൻ ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ മോഡേൺ ഗ്രാമറിയൻസിൽ എന്ത് വന്നു? വേർഡ് ക്ലാസ്സസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു പുതിയൊരു ഗ്രൂപ്പ് അവര് ഫോം ചെയ്യാണ് ചെയ്തത്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷീ ഈസ് റീഡിങ്, നമ്മൾ നേരത്തെ പറഞ്ഞൊരു സെന്റൻസ് ആണ് ഷീ ഈസ് റീഡിങ്. ട്രഡീഷണൽ ഗ്രാമറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസ് വേർബാണ്, റീഡിങ് വേർബാണ്, ഷീ എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് ആണ്. പക്ഷെ മോഡേൺ ഗ്രാമറിയൻക്ക് വരുന്ന സമയത്ത് ഈസ് എന്താണ്? ഓക്സിലറി വേർബാണ്, എന്ന് വെച്ചാൽ ഹെൽപ്പിംഗ് വേർബാണ്. റീഡിങ് എന്ന് പറയുന്നത് മെയിൻ വേർബാണ്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? ഓരോ വാക്കിനും അതിന്റെ കാറ്റഗറി അല്ലെങ്കിൽ അതിന്റെ ഫീച്ചർ ബേസ് ചെയ്തിട്ട് സെപ്പറേറ്റ് കാറ്റഗറി ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്നും കൂടെ എന്ത് ചെയ്തു? നമുക്ക് അതിന്റെ എല്ലാ ഫീച്ചേഴ്സ് ബേസ് ചെയ്തിട്ട് പഠിക്കാൻ ഈസി ആക്കി മോഡേൺ ഗ്രാമറിയൻസ് വരുന്ന സമയത്ത്. അപ്പൊ ബിക്കോസ് ദേ ഡു ഡിഫറെന്റ് ജോബ് അല്ലെ. ഈസ് റീഡിങ്ങും എന്താണ്? ഒരു സെന്റൻസിലെ വേർബാണ്. പക്ഷെ ഈസ് എന്താണ്? ഈ മെയിൻ വേർബിനെ ഹെൽപ്പ് ചെയ്യുന്ന ഹെൽപ്പിംഗ് വേർബാണ്. അപ്പൊ അങ്ങനെ അതിന്റെ ഫീച്ചർ വെച്ചിട്ട് ഒന്നുകൂടെ ക്ലാസിഫൈ ചെയ്യാണ് മോഡേൺ ഗ്രാമറിയൻസ് എത്തുമ്പോൾ. ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ആദ്യകാലങ്ങളിലൊന്നും നമ്മൾ ലാംഗ്വേജിനെ ഇത്ര സയന്റിഫിക് ആയിട്ട് പഠിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ അതിനെ സയന്റിഫിക് ആയിട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ അതിന്റെ ഓരോ ഫീച്ചേഴ്സും എന്ത് ചെയ്തു? സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങി. ട്രഡീഷണൽ ഗ്രാമർ ആസ്ക് വാട്ട് ഈസ് ദ ജനറൽ ജോബ് ഓഫ് ദ വേർഡ് അല്ലെ, ജനറൽ ആയിട്ട് ഇതിന്റെ ജോബ് എന്താണെന്ന് മാത്രമേ ട്രഡീഷണൽ ഗ്രാമറിൽ നോക്കിയിരുന്നുള്ളൂ എങ്കിൽ മോഡേൺ ഗ്രാമറിലേക്ക് വരുന്ന സമയത്ത് വാട്ട് ഈസ് ദ എക്സാക്ട് ജോബ് ഓഫ് ദിസ് വേർഡ്, ഈ ഒരു വേർഡിന്റെ എക്സാക്ട് ജോബ് എന്താണ്, അതിന്റെ കറക്റ്റ് രീതിയിൽ തന്നെ അതിനെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ.
അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തിനാണ് ട്രഡീഷണൽ ഗ്രാമറും എന്തിനാണ് മോഡേൺ ഗ്രാമർ വന്നിട്ടുള്ളതൊക്കെ. ട്രഡീഷണൽ ഗ്രാമർ തെറ്റാണെന്ന് പറഞ്ഞിട്ടല്ല മോഡേൺ ഗ്രാമർ വന്നിട്ടുള്ളത്. ട്രഡീഷണൽ ഗ്രാമറിന്റെ ക്ലാസിഫിക്കേഷൻസ് ഒന്നുകൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് മോഡേൺ ഗ്രാമറിയൻസ് വേർഡ് ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് പാർട്സ് ഓഫ് സ്പീച്ച് എന്നുള്ളത് മാറ്റിയിട്ട് അവർ വേർഡ് ക്ലാസ്സസ് എന്നുള്ളൊരു ടേം കൊടുത്തു. എന്നിട്ട് അതിലേക്ക് അവരെന്ത് ചെയ്തു, ഓരോ വാക്കിന്റെയും എക്സാക്ട് ജോബ് എന്താണെന്ന് മനസ്സിലാക്കി തരുന്നത് പോലെ വേർഡുകളെ ക്ലാസിഫൈ ചെയ്തു. അതിനെ അവർ വേർഡ് ക്ലാസ്സസ് എന്നും വിളിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ട്രഡീഷണൽ ഗ്രാമർ മോഡേൺ ഗ്രാമർ നമ്മളുടെ ക്ലാസിഫിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ യൂസ് പാർട്സ് ഓഫ് സ്പീച്ച് ആണ് ഇവിടെ ട്രഡീഷണൽ ഗ്രാമറിന്റെ കേസിൽ വരിക. 8 കാറ്റഗറീസ് ഉണ്ട്. ആർട്ടിക്കിൾസിനൊക്കെ അവരെന്ത് ചെയ്യും, ഓഫൺ ഗ്രൂപ്പ്ഡ് വിത്ത് അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്സിന്റെ കൂടെ തന്നെ വെച്ചിട്ട് അവർ ആർട്ടിക്കിളിനെയും കാണും. ഇവിടെ ആർട്ടിക്കിൾസ് ബിലോങ് ടു ഡിറ്റർമിനേഴ്സ്. പുതിയൊരു ഗ്രൂപ്പിലേക്ക് അവർ എന്ത് ചെയ്തു, ആർട്ടിക്കിൾസിനെ മാറ്റി. സിംപ്ലർ ആണ്, നമുക്ക് പഠിക്കാൻ ഒന്നുകൂടി എളുപ്പം ഈസി എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. മോഡേൺ ഗ്രാമർക്ക് വരുന്ന സമയത്ത് അവർ പാർട്സ് ഓഫ് സ്പീച്ചിന് പകരം വേർഡ് ക്ലാസ്സസ് യൂസ് ചെയ്യും. യൂഷ്വലി 9 കാറ്റഗറീസ് ഉണ്ട്. ആർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓരോന്നിനെയും വേറൊരു ഗ്രൂപ്പിൽ ഇടാതെ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ജോബ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവരൊക്കെ എന്ത് ചെയ്തു, പുതിയ പുതിയ ഗ്രൂപ്പ് ആക്കി. ആൻഡ് മോർ ഡീറ്റെയിൽഡ് ആണ്. ഇപ്പൊ ട്രഡീഷണൽ ഗ്രാമർ ആൻഡ് മോഡേൺ ഗ്രാമർ ഡിസ്ക്രൈബ് സെയിം ലാംഗ്വേജ്. സെയിം ലാംഗ്വേജ് തന്നെയാണല്ലേ, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിൽ തന്നെയാണ് രണ്ടും പഠിക്കുന്നത്. മോഡേൺ ഗ്രാമർ ഡസ് നോട്ട് റിജക്ട് ട്രഡീഷണൽ ഗ്രാമർ. മോഡേൺ ഗ്രാമർ പ്രൊവൈഡ് മോർ ഡീറ്റെയിൽഡ് ക്ലാസിഫിക്കേഷൻസ്. Beginners should first learn the traditional 8 parts of speech. Modern grammar add categories such as determiner. അപ്പോൾ ഒരു ഗ്രാമർ പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനർ ആയിട്ടുള്ള നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ ആദ്യം എന്ത് പഠിക്കണം, 8 parts of speech പഠിക്കണം. എന്നിട്ടാണ് അത് പഠിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഡിറ്റർമിനർ മോഡേൺ ഗ്രാമറിന്റെ ആ ഒരു ആഡ് ചെയ്ത കാറ്റഗറീസ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഈ 8 parts of speech ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്നിട്ട് നമ്മൾ അടുത്തൊരു സ്റ്റെപ്പായിട്ടാണ് മോഡേൺ ഗ്രാമറിന്റെ ഈ ഡിറ്റർമിനർ എന്ന് പറയുന്ന ഒരു പുതിയൊരു സ്റ്റെപ്പ് അവർ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു ആഡ് ചെയ്തതിന് നമ്മൾ ലാസ്റ്റും പഠിക്കും. So let's begin with parts of speech. Parts of speech എന്ന് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാം. A parts of speech is the grammatical role or job that a word performs in a sentence. That we already discussed അല്ലേ, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒരു വേർഡിന്റെ ഡിഫറെന്റ് ജോബ്, ഒരു സെന്റൻസിൽ ഒരു വേർഡിന് എന്താവുന്ന ഡിഫറെന്റ് ജോബ് എന്താണ്, അത് ബേസ് ചെയ്തിട്ട് ആ ഒരു സെന്റൻസിലുള്ള ഓരോ വാക്കുകളെയും നമ്മൾ എന്ത് ചെയ്യാണ്, കാറ്റഗറൈസ് ചെയ്യാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ, രാഹുൽ പ്ലേസ് ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ട് ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. രാഹുൽ എന്ന് പറയുന്നത് നെയിമിംഗ് വേർഡ് ആണ്, അതുകൊണ്ട് തന്നെ അത് ഏത് കാറ്റഗറിയിൽ പെടും, നൗൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടും. രണ്ടാമത്തത് പ്ലേസ് എന്ന് പറയുന്ന വേർഡ് ആണ് അല്ലേ, പ്ലേ കളിക്കുക, അതൊരു ആക്ഷൻ ആണ്, അപ്പൊ അത് വേർബ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടും. മൂന്നാമത് ഫുട്ബോൾ ആണ്. ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു വസ്തുവിന്റെ പേരാണ്, നെയിമിംഗ് വേർഡ് ആണ്, അപ്പൊ അത് വീണ്ടും നൗൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടും. സോ എവറി വേർഡ് ബിലോങ്സ് ടു എ പാർട്സ് ഓഫ് സ്പീച്ച്. അപ്പൊ അതിൽ ഓരോ വാക്കും, ഒരു സെന്റൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെന്റൻസിൽ ഓരോ വാക്കും എന്തിൽ ഉൾപ്പെടും, ഈ പാർട്സ് ഓഫ് സ്പീച്ചിൽ ഉൾപ്പെടും. ഇവിടെ രാഹുൽ നെയിം ആണ്, നൗണിൽ പെട്ടു. പ്ലേ എന്ന് പറയുന്നത് ആക്ഷൻ ആണ്, വേർബിൽ പെട്ടു. ഫുട്ബോൾ എന്ന് പറയുന്നത് വീണ്ടും നെയിം ആണ്, അത് നൗണിൽ പെട്ടു. നമുക്ക് ഇനി ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. Every word in a sentence perform a specific job. Based on that job, it belongs to a particular parts of speech. The intelligent student answered quickly. അപ്പോൾ ദ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ആണ്. പോയിന്റ് ഔട്ട് ദ നൗൺ അല്ലെ, നൗണിനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, ദ എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ ഇന്റലിജന്റ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അപ്പൊ ഡിസ്ക്രൈബ് ദ നൗൺ, ഇവിടെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്ന പാർട്സ് ഓഫ് സ്പീച്ചിൽ പെട്ടു. സ്റ്റുഡന്റ് ആണ് ഇവിടെ നൗണ്. അപ്പൊ നൗണിനെ ഏതാണോ ആ സ്റ്റുഡന്റ്, ആ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റുഡന്റിനെ കാണിക്കാനാണ് ഇവിടെ ആർട്ടിക്കിൾ യൂസ് ചെയ്തത്, ദ യൂസ് ചെയ്തത്. എന്നാൽ അഡ്ജക്റ്റീവ് എന്താണ്, ആ സ്റ്റുഡന്റിന്റെ ആ ഒരു ക്വാളിറ്റി, ആ സ്റ്റുഡന്റ് ആ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, വർണ്ണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ് അഡ്ജക്റ്റീവ്. ഇപ്പൊ ഇന്റലിജന്റ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവിൽ വന്നു. ആൻസേർഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇന്റലിജന്റ് സ്റ്റുഡന്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ത്, ആക്ഷൻ ആണ് ഇവിടെ വേർബ് ആയിട്ട് വരുന്നത്. ആൻഡ് ക്വിക്ലി, വീണ്ടും ആ വേർബ്, ആൻസർ ചെയ്തു എന്ന് പറയുന്നത് ആ കുട്ടി ചെയ്തൊരു ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ആ കുട്ടി ചെയ്തൊരു ആക്ഷൻ ആണ്. ആ ആക്ഷൻ എങ്ങനത്തതായിരുന്നു എന്നുള്ളതാണ്, ഫാസ്റ്റ് ആണോ ക്വിക്ലി ആണോ അല്ലെ, അപ്പൊ അതാണ് അഡ്വേർബ്. ഇതാണ് നമ്മളൊരു സെന്റൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ സെന്റൻസിലെ ഓരോ വാക്കുകളെയും നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ പാർട്സ് ഓഫ് സ്പീച്ച് ആയിട്ട് തിരിക്കും. The language is made up of words. However, not all words perform the same function.
ഇതിലുള്ള എല്ലാ വാക്കുകളും എന്താണ് ഒരേ ഫംഗ്ഷൻ അല്ല ചെയ്യുന്നത്. Some words name people or thing, or some shows actions, some describes, and some connect ideas. To understand how word functions in a sentence, grammarian classify them into categories called parts of speech. അപ്പോൾ parts of speech ന്റെ ഒരു ഡെഫിനിഷൻ കൂടി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഓരോന്നും എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. Parts of speech are the classes into which words are divided according to their function in a sentence. Parts of speech are the classes into which words are divided according to their function in a sentence. Clear ആണല്ലോ അല്ലേ? So these are the 8 parts of speech. ഇതിൽ first parts of speech ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Noun. Noun എന്ന് പറയുമ്പോൾ name, names a person, place, thing or idea. പിന്നെ വരുന്നത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് pronoun ആണ്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് noun മാത്രം പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നിർത്താൻ പോവാണ്. noun എന്ന് പറയുമ്പോൾ noun തന്നെ 5 type of classifications ഉണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ pronounന്റെ classifications, verbന്റെ different types, adjective, adverb, preposition, conjunction, interjunction ഒക്കെ എന്ത് ചെയ്യും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇവിടെ ക്ലിയർ ആയിട്ട് മെയിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. nounന്റെ ഫംഗ്ഷൻ എന്താണ്? pronoun എന്ന് പറയുന്നത് nounന് പകരം ഉപയോഗിക്കുന്നതാണ്. verb എന്ന് പറയുന്നത് ആക്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. adjective describes a noun or pronoun, അല്ലെങ്കിൽ nounനെ അല്ലെങ്കിൽ pronounനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടല്ലോ, ഇന്റലിജന്റ് സ്റ്റുഡന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അഡ്ജക്റ്റീവ് ആണ്. കാരണം നൗണിന്റെ ക്വാളിറ്റി പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയാം. ഇനി അഡ്വേർബ് എന്ന് പറയുന്നത് വേർബിന്റെ ക്വാളിറ്റിയാണ്. ഇപ്പൊ വേർബ് ഇവിടെ നേരത്തെ സെന്റൻസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ആൻസറിങ് എന്ന് പറയുന്ന ഒരു വേർബാണ് അല്ലെ, ഉത്തരം പറയാന്ന് പറയുന്നത് ആ കുട്ടി ചെയ്യുന്ന ഒരു ആക്ഷൻ ആണ്. അപ്പൊ ആ ഒരു വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു വേർബിന്റെ ഫംഗ്ഷൻ എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അഡ്വേർബ് യൂസ് ചെയ്യുക. നേരത്തെ ഉള്ള സെന്റൻസിൽ ക്വിക്ലി അല്ലെ, ആൻസർ ക്വിക്ലി എന്ന് പറഞ്ഞു. ക്വിക്ലി എന്താണ്? ആ ചെയ്യുന്ന വേർബിന്റെ ആക്ഷൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഉണ്ട്, സ്ലോലി ആണോ ക്വിക്ലി ആണോ. അപ്പൊ വേർബിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ അഡ്വേർബ് എന്ന് പറയുന്നത്. പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സെന്റൻസിൽ രണ്ടെണ്ണം തമ്മില് ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ഈ ബുക്കും ടേബിൾ എന്ന് പറയുന്നത് രണ്ട് വാക്കുകളാണ്. അപ്പൊ ബുക്ക് ഓൺ ദ ടേബിൾ എന്ന് പറയുമ്പോൾ ബുക്കും ആ ഒരു ടേബിളും തമ്മിൽ റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ. കൺജങ്ഷൻ അതേപോലെ തന്നെ നമ്മൾ രണ്ട് വാക്കുകളെ അല്ലെങ്കിൽ രണ്ട് ക്ലോസുകളെ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കൺജങ്ഷൻ. പിന്നെ അടുത്തത് എക്സ്പ്രസ് ഇമോഷൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്റർജങ്ഷൻ യൂസ് ചെയ്യുക. സന്തോഷം വരുമ്പോൾ സങ്കടം വരുമ്പോൾ നമ്മൾ വാവ് എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന ഇമോഷൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്റർജങ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഇനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഫസ്റ്റ് നമുക്ക് നൗണിന്റെ കാറ്റഗറീസ് നോക്കാം. noun അല്ലെ, nounന്റെ ഡെഫിനിഷൻ നോക്കുക. A noun is a word used as the name of a person, place, thing, animal or idea. noun നമ്മളൊരു സെന്റൻസിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡ് ആണ് എന്ത് noun എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ ഉൾപ്പെടും? ഒന്നെങ്കിൽ ഒരു വ്യക്തിയുടെ പേര്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേര്, ഒരു വസ്തുവിന്റെ പേര്, മൃഗത്തിന്റെ പേര്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ, എന്തെങ്കിലും ഒരു ആശയം, ഇതിനൊക്കെയാണ് നമ്മൾ noun എന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് അവിടെ ഒരു പേഴ്സൺ, ടീച്ചർ, ഡോക്ടർ, രാഹുൽ, ഇതൊക്കെ എന്താണ്? പേഴ്സന്റെ പേരാണ്. അവരെ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന നാമങ്ങളാണ് എന്ത്? ടീച്ചർ, ഡോക്ടർ, രാഹുൽ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പ്ലേസ് അല്ലെ, സ്ഥലം, അതും എന്താണ്? നാമങ്ങളാണ്, പേരാണ്, നെയിമിംഗ് വേർഡ് ആണ്. ഇപ്പൊ സ്കൂൾ, ഇന്ത്യ, കേരള, ഇതൊക്കെ എന്താണ്? ഒരു സ്റ്റേറ്റിന്റെ പേരാണ്, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ പേരാണ് സ്കൂൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓഫീസ് എന്ന് പറയുന്നത്, സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്, പഞ്ചായത്ത് ഓഫീസ് എന്ന് പറയുന്നത്, ഇതൊക്കെ എന്താണ്? പ്ലേസ് നമ്മൾ കൊടുക്കുന്ന നെയിമിംഗ് ആണ്. അനിമൽ, ടൈഗർ, ഡോഗ്, എലിഫന്റ്. അതേപോലെ തന്നെ ഐഡിയാസ്, ചില ആശയങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നില്ലേ, ലവ് എന്ന് പറയുന്ന ഒരു ഐഡിയ, വിസ്ഡം, ഫ്രീഡം, ഹോണസ്റ്റി, ഇതൊക്കെ എന്താണ്? ഐഡിയാസിന് കൊടുക്കുന്ന നെയിംസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള വസ്തുക്കൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നെയിമിംഗ് കൊടുക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പറയുന്നതിനെയാണ്, നെയിമിംഗ് കൊടുക്കുന്ന വേർഡ്സിനൊക്കെ നമ്മൾ ഒറ്റ ഗ്രൂപ്പിലിടും. ആ ഗ്രൂപ്പാണ് noun എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഇപ്പൊ തിങ്സ്, വസ്തുക്കളുണ്ട്, ഫോണ്, ബുക്ക്, പെന്ന്, ചെയർ, ലാപ്പ്, ബോട്ടിൽ, ഇങ്ങനെ പറയുന്ന ഓരോ വസ്തുക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന നെയിം ഉണ്ട്. ഇതും എന്തിൽ പെടുന്നതാണ്? നെയിമിംഗ് വേർഡ് ആയിട്ടുള്ള noun എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടും. ഇങ്ങനെ ജനറൽ ആയിട്ട് nounനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ. ജനറൽ ആയിട്ട് nounനെ പേഴ്സൺ, പ്ലേസ്, അനിമൽ, ഐഡിയ, തിങ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ noun എന്ന് പറഞ്ഞാൽ noun is a
ഗ്രൂപ്പ് എന്താണ് പാർട്സ് ഓഫ് സ്പീച്ചിലുള്ള ഒരു ഗ്രൂപ്പാണ് നൗൺ എന്ന് പറയുന്നത്. അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, തിങ്, അനിമൽ ഓർ ഐഡിയ. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരിക. നമ്മൾ നെയിം ചെയ്ത് കൊടുക്കുന്ന ഏതൊരു വസ്തുവിനെയും ഏതൊരു വേർഡും നമ്മൾ എന്തിൽ ഉൾപ്പെടും? നൗൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടും. അങ്ങനെ ട്രഡീഷണൽ ഗ്രാമർ ജനറലി ക്ലാസിഫൈ നൗൺ ഇൻറ്റു 5 മെയിൻ ടൈപ്സ്. അപ്പോൾ ട്രഡീഷണൽ ഗ്രാമറിയൻസ് ഈ ഒരു ബേസിൽ നൗണിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ, മെറ്റീരിയൽ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ. ഇതൊക്കെ എന്താ സംഭവം? പ്രോപ്പർ നൗൺ എന്താണ്? കോമൺ നൗൺ എന്താണ്? കളക്റ്റീവ് നൗൺ എന്താണ്? മെറ്റീരിയൽ നൗൺ എന്താണ്? അബ്സ്ട്രാക്ട് നൗൺ എന്താണ്? അപ്പൊ ഈ ഒരു പേരിൽ തന്നെ അതൊക്കെ ഉണ്ട്. അപ്പൊ അതും കൂടെ എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. നൗണിന്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ അതിന്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എ പ്രോപ്പർ നൗൺ ഈസ് ദ നെയിം ഓഫ് എ പെർട്ടിക്കുലർ പേഴ്സൺ, പ്ലേസ്, അനിമൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ തിങ്. ഏതെങ്കിലും ഒരു പേഴ്സണിനെയോ അനിമൽസിനെയോ അതല്ലാന്നെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെയോ നമ്മൾ പറയുന്നതിനെയാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. അങ്ങനെ കറക്റ്റ് ആയിട്ട് അതിന്റെ പേര് എന്ന് പറയും. രാഹുൽ, ഷേക്സ്പിയർ, മഹാത്മാഗാന്ധി. ഇനിയിപ്പോൾ പ്ലേസ് ആണെങ്കിൽ ഇന്ത്യ, കേരള, ലണ്ടൻ. ഇനിയിപ്പോൾ യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും പാർലമെന്റ്സ്, ഇങ്ങനെ ബുക്ക് നെയിംസ്, ഹാംലെറ്റ്, മാക്ബത്ത്, ഡേയ്സ്, മൺഡേ, ജനുവരി. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന നെയിംസ് ആണ്. ഇങ്ങനത്തെ ക്ലാസിഫിക്കേഷൻ പ്രോപ്പർ നൗണിൽ പെടും. അപ്പോൾ മെയിൻ ആയിട്ട് ഈ ഒരു പ്രോപ്പർ നൗണിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്ററിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ ഇന്ത്യ, ഇതൊക്കെ നൗൺ ആണ്. ഇതിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇതൊരു നെയിം ഓഫ് പർട്ടിക്കുലർ പേഴ്സൺ അല്ലെങ്കിൽ പ്ലേസ് അല്ലെങ്കിൽ ആനിമൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ തിങ്. ഇതൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ ലെറ്ററിലാണ്. ഇതാണ് പ്രോപ്പർ നൗണിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് രാഹുൽ ഈസ് മൈ ഫ്രണ്ട്, ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി, ഷേക്സ്പിയർ റോട്ട് മെനി പ്ലേസ് എന്ന് പറഞ്ഞിട്ട് അതിന് എക്സാമ്പിൾ ആയിട്ട് സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ രാഹുൽ, ഇന്ത്യ, ഷേക്സ്പിയർ ഒക്കെ എന്താണ്? പ്രോപ്പർ നൗണിൽ പെടും. രണ്ടാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് കോമൺ നൗൺ. കോമൺ നൗണും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ പ്രോപ്പർ നൗൺ എന്താന്നുള്ളതിന് ഒരു ക്ലാരിറ്റി കിട്ടും. കോമൺ നൗൺ is the name given to a class or kind of person, place, animal or thing. കോമൺ നൗണും എന്താണ് സംഭവം? ഒരു നെയിമിംഗ് വേർഡ് തന്നെയാണ്. given to a class or kind of person, people, animal or thing. അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യണ്ട? പ്രോപ്പർ നൗണിൽ പറഞ്ഞതുപോലെ പറയണ്ട. ഇവിടെ കോമൺ നൗൺ എന്ന് പറയുമ്പോൾ നമുക്ക് പേഴ്സൺസിന്റെ കേസിൽ ഇവിടെ രാഹുൽ അല്ലെങ്കിൽ ഷേക്സ്പിയർ എന്ന് പറഞ്ഞതുപോലെ എന്ത് പറയണ്ട? ബോയ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ എന്ത് ചെയ്യും? ഒരു കാറ്റഗറി ഉൾപ്പെടും. ബോയ്, ഗേൾ, ടീച്ചർ, ഡോക്ടർ എന്നൊക്കെ പറയാം. ഈ പ്ലേസിന്റെ കേസിൽ സിറ്റി, വില്ലേജ്, കൺട്രി ഒക്കെ പറയാം. ഏത് പർട്ടിക്കുലർ സിറ്റി എന്ന് പറയണമെന്നില്ല, ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള സംഭവത്തിന് നമുക്ക് ഒന്നിച്ചിട്ട് പറയാം കോമൺ നൗണിൽ. അനിമൽ എന്ന് പറയുമ്പോൾ ടൈഗർ, ഡോഗ്, എലിഫന്റ് അതും അതിൽ ഉൾപ്പെടും. അപ്പൊ അതിന് കോമൺ നൗണും പ്രോപ്പർ നൗണും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബോയ് എന്ന് പറഞ്ഞാൽ കോമൺ നൗൺ, എല്ലാവർക്കും അല്ലെ, എല്ലാ ബോയ് ഗ്രൂപ്പിലും പെടുന്ന ആളുകളെ നമുക്ക് വിളിക്കാം. രാഹുൽ എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർ പ്രോപ്പർ നൗൺ ആണ്. സിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഏത് സിറ്റി ആവാം, കോമൺ ആയിട്ട് വരുന്ന നൗൺ ആണ് സിറ്റി. അതിന് പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പോൾ ഡൽഹി, പർട്ടിക്കുലർ സിറ്റി തന്നെ ഉണ്ട്. കൺട്രി എന്ന് പറയുമ്പോൾ ഏത് രാജ്യമാവാം, അതിൽ പർട്ടിക്കുലർ കൺട്രി ആയിട്ട് ഇന്ത്യ വരും. പിന്നെ റിവർ എന്ന് പറയുമ്പോൾ ഏത് റിവറും നമ്മൾ അതിൽ ഉൾപ്പെടുത്തും. പക്ഷെ ഇവിടെ പ്രോപ്പർ നൗൺ വരുന്ന സമയത്ത് ഗംഗ എന്നുള്ളതാണ്. ടീച്ചർ, മിസ്റ്റർ കുമാർ ഈസ് എ ടീച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോപ്പർ നൗൺ ആണ് കുമാർ എന്ന് പറയുമ്പോൾ. ടീച്ചർ എന്ന് പറയുമ്പോൾ കോമൺ നൗൺ ആണ്. ഇവിടെ അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദ ബോയ് ഈസ് റീഡിങ്. മറ്റേത് രാഹുൽ ഈസ് റീഡിങ് എന്നാണ്. ഷേക്സ്പിയർ റോട്ട് മെനി പ്ലേസ്. എ ടീച്ചർ എന്റേർഡ് ദ ക്ലാസ് റൂം. എ ടീച്ചർ ആണ്. അപ്പോൾ പ്രോപ്പർ നൗൺ ആവുന്ന സമയത്ത് മിസ്റ്റർ കുമാർ എന്റർ ദ ക്ലാസ് റൂം. The city is crowded. പ്രോപ്പർ നൗൺ ആവുന്ന സമയത്ത് ഡൽഹി ഈസ് ക്രൗഡഡ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും. അപ്പൊ വളരെ ഷോർട്ട് ആയിട്ടുള്ള ഡിഫറൻസേ ഉള്ളൂ. കാരണം ഇത് ഓൾറെഡി ഒരു ഗ്രൂപ്പിന്റെ ഉള്ളിലുള്ള ഗ്രൂപ്പാണ്. നൗൺ എന്ന് പറഞ്ഞ നാമങ്ങൾ അല്ലെ, നൗൺ എന്ന് പറഞ്ഞ നെയിമിംഗ് വേർഡ്സിന്റെ ഉള്ളിലുള്ള സബ് ഗ്രൂപ്പുകളാണ് പ്രോപ്പർ നൗണും കോമൺ നൗണും. അപ്പൊ അത് രണ്ടും തമ്മിൽ ചെറിയ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നതിനെയും കോമൺ നൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ ജനറലൈസ് ചെയ്ത് എന്താണ് ആ ടൈപ്പ് ഓഫ് കൈൻഡിനെ, ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ റെഫർ ചെയ്യാതെ ആ ഒരു കോമൺ ഗ്രൂപ്പിനെ റെഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ കോമൺ നൗൺ എന്ന് പറയാം.
ഇനി അടുത്തത് കളക്റ്റീവ് നൗൺ ആണ്. തേർഡ് ഗ്രൂപ്പ് ആണ് കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ടല്ലേ നമുക്കൊരു ഗ്രൂപ്പ് എന്ന് പറയുന്ന കളക്റ്റീവ് നൗൺ. എ കളക്റ്റീവ് നൗൺ ഈസ് ദ നെയിം ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ. നമ്മൾ ഒരു കൂട്ടം ആളുകളെ, നമ്മൾ നേരത്തെ ഇൻഡിവിജ്വലിനെയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ, ഇൻഡിവിജ്വൽ രാഹുൽ എന്ന് പറഞ്ഞു. ഇനി കോമൺ നൗൺ വരുന്ന സമയത്ത് എ ബോയ്, അതിൽ ആ ഒരു ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു ബോയോ ആയിരിക്കും. അപ്പൊ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, ആളുകളുടെ ഒരു കൂട്ടത്തിനെ, അല്ലെങ്കിൽ ആനിമൽസിന്റെ ഒരു കൂട്ടത്തിനെ, അല്ലെങ്കിൽ സാധനങ്ങളുടെ ഒരു യൂണിറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ പീപ്പിളുടെ കേസിലാണ് ടീം, ഫാമിലി, കമ്മിറ്റി, ജൂറി, ക്രൗഡ്, ഇതൊക്കെ എന്താണ് കളക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പിനെ പറയുന്നതാണ്. അങ്ങനെ ആ ഒരു നെയിമില്, ആനിമൽസിൽ, തിങ്സിലൊക്കെ ഉള്ള കളക്റ്റീവ് ഗ്രൂപ്പിനെ പറയുന്നതിനെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയാം. ആനിമൽസിന്റെ കേസിലാണെങ്കിൽ ഹേർഡ് ഓഫ് കാറ്റിൽ, ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, സ്വാം ഓഫ് ബീസ് എന്നൊക്കെ പറയും. അതൊക്കെ അതിന്റെ കൂട്ടത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കൂട്ടത്തിലാണെങ്കിലും ഇവര് നൗൺ തന്നെയാണല്ലോ, നാമം തന്നെയാണ്, നെയിമിംഗ് വേർഡ്സ് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കളക്റ്റീവ് ഗ്രൂപ്പിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നൗണിനെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയാം. A collective noun refers to many members, but the group is considered as a single unit. അല്ലെ, many members ഉണ്ടാവും. ടീം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഒറ്റ ടീമാണ്. പക്ഷെ രണ്ട് ടീം എന്ന് പറയുമ്പോൾ അതിൽ രണ്ടായിട്ടുള്ള ടീം ഉണ്ടാവും. ഇപ്പോൾ ടീം എന്ന് പറയുമ്പോൾ എന്താണ്, സിംഗിൾ യൂണിറ്റ് ആണ്. പക്ഷെ ആ സിംഗിൾ യൂണിറ്റിൽ തന്നെ എന്തുണ്ട്, ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ refers to many members, but the group is considered as a single unit. ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. പക്ഷെ ആ യൂണിറ്റിൽ തന്നെ എന്തുണ്ട്, ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ദ ടീം ഈസ് വിന്നിങ്. ഇപ്പൊ ഇവിടെ ടീം എന്ന് പറയുന്നത് പ്ലൂരൽ, ശരിക്കും ടീം എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് ആളുകൾ ഉണ്ട്, അവിടെ പ്ലൂരൽ ആണ് വരേണ്ടത്. പക്ഷെ ടീം എന്ന് പറയുന്നത് ഇവിടെ ഒറ്റ വേർഡ് ആയിട്ടാണ്, സിംഗിൾ യൂണിറ്റ് ആണ് കൺസിഡർ ചെയ്തത്. അതുകൊണ്ടാണ് ഈസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ എന്താണ്, ആറാണ് കൊടുക്കുക. ഇപ്പൊ ടീംസ് എന്ന് പറയുമ്പോൾ എന്തായി, പ്ലൂരൽ ആയി, ഒരുപാട് ടീംസ്, ദ ടീംസ് ആർ എന്ന് കൊടുക്കും. അപ്പൊ ആ ഒരു ഡിഫറൻസ് മനസ്സിലായല്ലോ അല്ലെ. കളക്റ്റീവ് നൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. പക്ഷെ ആ സിംഗിൾ യൂണിറ്റിൽ തന്നെ എന്തുണ്ട്, ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കളക്റ്റീവ് നൗണിൽ ഉൾപ്പെടുത്തുക. ഇപ്പൊ സെന്റൻസ്, ദ കമ്മിറ്റി ഹാസ് മെയ്ഡ് എ ഡിസിഷൻ. കമ്മിറ്റി ഹാസ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. പക്ഷെ നമ്മളിവിടെ കമ്മിറ്റി എന്ന് പറയുമ്പോൾ അതിൽ ഒരാളാണോ ഉൾപ്പെടുക, അല്ല. കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകളുടെ ആ ഒരു ഒറ്റ കൂട്ടത്തിനെയാണ് നമ്മൾ കമ്മിറ്റി എന്ന് പറയാം. ദ ഹേർഡ് ഈസ് ഗ്രേസിംഗ് ഇൻ ദ ഫീൽഡ്. The family lives in Delhi. ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കാണുക. പക്ഷെ ആ സിംഗിൾ യൂണിറ്റിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് നൗണുകളെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് വിളിക്കുക. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് നൗൺ ആണ് മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത്. മെറ്റീരിയൽ നൗൺ ഡിഫൈൻഡ് ദ നെയിം, എ സബ്സ്റ്റൻസ് ഓർ എ മെറ്റീരിയൽ ഫോം വിച്ച് തിങ്സ് ആർ മെയ്ഡ്. സാധന വസ്തുക്കൾ ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽസിനെ, അല്ലെങ്കിൽ മെറ്റൽ, ലിക്വിഡ്, നാച്ചുറൽ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിളിക്കുന്നതിനാണ് മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത്. അപ്പൊ ഗോൾഡ്, സിൽവർ, അയൺ, കോപ്പർ തുടങ്ങിയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. വാട്ടർ, മിൽക്ക്, ഓയിൽ തുടങ്ങിയിട്ടുള്ള ലിക്വിഡ്സ് ഉണ്ട്. വുഡ്, കോട്ടൺ തുടങ്ങിയിട്ടുള്ള വസ്തുക്കളുടെ പേരുകൾക്കാണ് നമ്മൾ മെറ്റീരിയൽ നൗൺ എന്ന് വിളിക്കുക. മറ്റേത് ആനിമലിന്റെ നെയിം, പ്ലേസിന്റെ നെയിം, പേഴ്സൺസിന്റെ പേര്, ഇതൊക്കെയായിരുന്നു നമ്മൾ കോമൺ നൗണിലും പ്രോപ്പർ നൗണിലൊക്കെ കൊണ്ടുവന്നിരുന്നതെങ്കിൽ ഇവിടെ മെറ്റീരിയൽ കാര്യങ്ങളാണ് അല്ലെ, വസ്തുക്കളുടെ കാര്യങ്ങളാണ്. അതെന്താണ്, നമുക്ക് തൊട്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സാധനങ്ങൾ. വാട്ടർ നമുക്ക് തൊടാൻ പറ്റും, മിൽക്ക്, ഓയിൽ, വുഡ്, കോട്ടൺ, വൂള്, ഗോൾഡ്, സിൽവർ, അയൺ, കോപ്പർ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ കണ്ണിന് മുന്നിൽ നമുക്ക് കാണാൻ പറ്റുന്ന വസ്തുക്കളാണ്. അപ്പൊ മെറ്റീരിയൽ നൗൺ യൂഷ്വലി cannot be counted individually. We normally say some water, much gold. അല്ലെ, ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൗണ്ട് ചെയ്യാൻ പറ്റില്ല എണ്ണം കൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സാധനങ്ങളും നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താൻ പറ്റും, മെറ്റീരിയൽ നൗണിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഗോൾഡ് ഈസ് എ പ്രഷ്യസ് മെറ്റൽ, ദ ടേബിൾ ഈസ് മെയ്ഡ് ഓഫ് വുഡ്, മിൽക്ക് ഈസ് ന്യൂട്രീഷ്യസ്. അപ്പൊ ഇതൊക്കെ എന്താണ്, മെറ്റീരിയൽ നൗൺ കൊണ്ടുള്ള സെന്റൻസുകളാണ്. അപ്പൊ മെറ്റീരിയൽ നൗൺ വളരെ സിമ്പിൾ ആണ്. സബ്സ്റ്റൻസ് ഓർ മെറ്റീരിയൽ ഫ്രം വിച്ച് തിങ്സ് ആർ മെയ്ഡ്, അല്ലെ, വസ്തുക്കൾ ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ മെറ്റീരിയൽ നൗൺ എന്ന് പറയാം. ആൻഡ് ദ ഫൈനൽ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് നമുക്ക് തൊടാനോ കാണാനോ ഒന്നും പറ്റില്ല, നമുക്ക് ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ. അബ്സ്ട്രാക്ട് നൗൺ നെയിംസ് എ ക്വാളിറ്റി, ഐഡിയ, ഫീലിംഗ് ഓർ സ്റ്റേറ്റ് ഓർ ആക്ഷൻ ദാറ്റ് കനോട്ട് ബി സീൻ ഓർ ടച്ച്ഡ്. മെറ്റീരിയൽ പോലെ നമുക്ക് തൊടാൻ പറ്റില്ല. ഇതെന്താണ്, ദ ആക്ഷൻ കനോട്ട് ബി സീൻ ഓർ ടച്ച്, പക്ഷെ അത് എക്സിസ്റ്റ് ആവുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുക. അങ്ങനെയുള്ള ഐഡിയാസിനെ നമ്മൾ നൗൺ എന്ന് വിളിക്കുന്നു പറഞ്ഞു അല്ലെ, പേഴ്സൺ, പ്ലേസ്, തിങ്സ്, ഐഡിയാസ് ഒക്കെ പറഞ്ഞു. അപ്പൊ ഇവിടെ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത് നമുക്ക്
തൊടാനോ കാണാനോ പറ്റാത്ത എന്നാൽ അങ്ങനെയുള്ള ഒരു ആശയങ്ങളുണ്ട്. ക്വാളിറ്റി, ഐഡിയ, ഫീലിംഗ്, ഇതിനൊക്കെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയാം. ഓണസ്റ്റി, ബ്രേവറി, വിസ്ഡം, കൈൻഡ്നസ്, ഹാപ്പിനെസ്, സോറോ, ആങ്കർ, ലവ്, ചൈൽഡ്ഹുഡ്, പോവേർട്ടി, ഫ്രീഡം, ഇതൊക്കെ സ്റ്റേറ്റ് ആണ്, ഹ്യൂമൻ സ്റ്റേറ്റ് ആണ്. ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റേറ്റ് ആണ്. പോവേർട്ടി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആണ്, ഒരു അവസ്ഥയാണ്. ഫ്രീഡം എന്ന് പറയുന്നതും വേറൊരു സ്റ്റേറ്റ് ഓഫ് ലിവിങ് ആണ്. ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റീസ് ആണ്. ഓണസ്റ്റി, ബ്രേവറി, വിസ്ഡം, കൈൻഡ്നസ്. ഫീലിങ്സ് നമുക്ക് ഹാപ്പി ആണോ, സോറോ ആണോ, ആങ്കർ ആണോ, ലവ് ആണോ. പിന്നെ ഐഡിയാസ് ഉണ്ട് അല്ലേ, ജസ്റ്റിസ്, ഡെമോക്രസി, ഡ്യൂട്ടി, ഇതൊക്കെ ഓരോ ആശയങ്ങളാണ്. അപ് ടു ഓരോ പേഴ്സൺസിനെയും സംബന്ധിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ആശയങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയാം. ഇതിനെ അബ്സ്ട്രാക്ട് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? യു കനോട്ട് സീ ഓണസ്റ്റി അല്ലെ, ഓണസ്റ്റി നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. വിസ്ഡം നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുമോ? ഹാപ്പിനെസ് നമുക്ക് ഇങ്ങനെ കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് കയ്യിൽ കൊണ്ടു നടക്കാനോ കാണാനോ തൊടാനോ പറ്റാത്തതിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അമൂർത്തമായിട്ടുള്ളത് എന്നൊക്കെ ആണെങ്കിൽ അതിന്റെ ഒരു മീനിങ് പറയാം. They are ideas or quality. അപ്പൊ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. Honesty is the best policy. Wisdom come with experience. Freedom is a fundamental right എന്നൊക്കെ പറയും. ഒരു ക്വിക്ക് കമ്പാരിസൺ ഓഫ് ഓൾ 5 ടൈപ്സ് ഓഫ് നൗൺ. 5 തരത്തിലുള്ള നൗണുകൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ, മെറ്റീരിയൽ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ. ഇപ്പൊ നൗൺ എന്താന്നുള്ളത് നമുക്ക് മനസ്സിലായി. പാർട്സ് ഓഫ് സ്പീച്ചിലെ ഫസ്റ്റ് ഗ്രൂപ്പാണ് നൗൺ എന്ന് പറയുന്നത്. ഒരു സെന്റൻസിൽ ഒരു വേർഡ് എടുക്കുകയാണെന്നെങ്കിൽ, നമ്മൾ ഒരു വേർഡ് എടുക്കുകയാണെന്നെങ്കിൽ ആ ഒരു വേർഡിനെ നമ്മൾ ഡിഫറെന്റ് ഗ്രൂപ്പായിട്ട് തിരിക്കും. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പാണ് നമ്മൾ പഠിച്ചത് നൗൺ. അപ്പൊ ആ നൗണിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോപ്പർ നൗണും കോമൺ നൗണും കളക്റ്റീവ് നൗണും മെറ്റീരിയൽ നൗണും അബ്സ്ട്രാക്ട് നൗണും ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് പെർട്ടിക്കുലർ നെയിം ആണ്, ഇന്ത്യ, രാഹുൽ എന്ന് പറയുന്നത്. കോമൺ നൗൺ എന്ന് പറയുമ്പോൾ ജനറൽ നെയിം ആണ്, എല്ലാവരെയും ഉൾപ്പെടുത്താൻ പറ്റും. കൺട്രി എന്നുള്ളതിന്റെ ഉള്ളിൽ ആരെയും ഉൾപ്പെടുത്താം, ഇന്ത്യനെ ഉൾപ്പെടുത്താം. രാഹുൽ എന്നുള്ള ബോയ് എന്നുള്ള ജനറൽ നെയിമിൽ ആരെയും ഉൾപ്പെടുത്താം, രാഹുലിനെ ഉൾപ്പെടുത്താം. പിന്നെ കളക്റ്റീവ് നൗൺ ആണ്. കളക്റ്റീവ് നൗൺ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് നെയിം ആണ്, ടീം, ഫാമിലി പോലെ. മെറ്റീരിയൽ നൗൺ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസിന്റെ നെയിം ആണ്, നമുക്ക് തൊടാനും കാണാനൊക്കെ പറ്റുന്ന വസ്തുക്കളെ പേരിനെയാണ് നമ്മൾ ഗോൾഡ്, വാട്ടർ, അതിനൊക്കെയാണ് നമ്മൾ മെറ്റീരിയൽ നൗൺ എന്ന് വിളിക്കുന്നത്. അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത് ക്വാളിറ്റി ഓർ ഐഡിയ, ലൈക്ക് ഓണസ്റ്റി, വിസ്ഡം ഒക്കെ പോലെയുള്ള നമുക്ക് കാണാനും തൊടാനൊക്കെ പറ്റാത്ത ടൈപ്പ് ക്വാളിറ്റീസ് ആയിട്ടുള്ള നൗണുകളെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് നൗൺ എന്ന് വിളിക്കുക. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, പാർട്സ് ഓഫ് സ്പീച്ചിലെ ഫസ്റ്റ് ഗ്രൂപ്പ് നൗൺ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ അടുത്ത പ്രൊനൗൺ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.